ദൈവനാമത്തിന് മഹത്വം ഉണ്ടായിരിക്കട്ടെ. ഇന്ന് നാം കൂടി വന്നിരിക്കുന്നത് 155ാമത് സൂം സിസ്റ്റേഴ്സ് പ്രെയർ മീറ്റിങ്ങിന് വേണ്ടിയിട്ടാണല്ലോ. നമ്മൾ എല്ലാ വെള്ളിയാഴ്ചയും നടത്തി വരുന്ന പോലെ ഇന്നും പ്രാർത്ഥനയ്ക്കായിട്ട് കൂടി വരുവാൻ ദൈവം നമ്മളെ സഹായിച്ചു. ലോകത്ത് അങ്ങിങ്ങായി ഇരിക്കുന്ന എല്ലാ ദൈവമക്കൾക്കും ക്രിസ്തുയേശുവിന്റെ നാമത്തിലുള്ള വന്ദനം അറിയിച്ചു കൊള്ളുന്നു. അതുപോലെ ഇന്നത്തെ മീറ്റിംഗിന്റെ ഒരു ക്രമം പറയുവാനായിട്ട് അടിയൻ ആഗ്രഹിക്കുകയാണ്. ഇന്ന് ഓപ്പണിംഗ് പ്രയറിനായിട്ട് ജോയിൻ ചെയ്തിരിക്കുന്നത് സിസ്റ്റർ ലിസി സാജു, ലിസി ആന്റി ആണ്. ലിസി ആന്റിയെ സ്നേഹപൂർവ്വം ഈ മീറ്റിംഗിലേക്ക് ഞാൻ സ്വാഗതം ചെയ്തു കൊള്ളുന്നു. അതുപോലെ സോങ്സ് പാടുവാനായിട്ട് ജോയിൻ ചെയ്തിരിക്കുന്നത് സിസ്റ്റർ റൂബിൾ ജോബിയാണ്. റൂബിൾ സിസ്റ്ററിനെയും ഈ മീറ്റിംഗിലേക്ക് ഹാർദവമായിട്ട് സ്വാഗതം ചെയ്തു കൊള്ളുന്നു. അതുപോലെ ഇന്ന് മെസ്സേജ് നമുക്ക് നൽകുന്നതിനായിട്ട് ജോയിൻ ചെയ്തിരിക്കുന്നത് പ്രിയ എൽസി അമ്മാമയാണ്. പ്രിയ അമ്മാമയ്ക്കും ഹാർദവമായ സ്വാഗതം ഈ മീറ്റിംഗിലേക്ക് അറിയിക്കുകയാണ്. അതിനുശേഷം നമ്മുടെ പ്രെയർ ആണ്. പ്രെയർ നടക്കുന്നത് 7:25 വരെയുള്ള സമയത്താണ്. അത് ബ്രേക്ക് ഔട്ട് റൂംസ് ക്രമീകരിച്ച് അവിടെ ആയിരിക്കും നാം പ്രെയർ ചെയ്യുന്നത്. അതുപോലെ ഇന്നത്തെ മീറ്റിംഗ് ക്ലോസിംഗ് പ്രെയർ ചെയ്യുവാനായിട്ട് ജോയിൻ ചെയ്തിരിക്കുന്ന നമ്മുടെ പ്രിയ ഷിബാന്റിയാണ്. പ്രിയ ആന്റിയെയും ഈ മീറ്റിംഗിലേക്ക് സ്വാഗതം ചെയ്തുകൊള്ളുന്നു. അത് നമ്മുടെ മീറ്റിംഗ് ഇന്ന് പ്രാർത്ഥിച്ച് ആരംഭിക്കുന്നതിനായിട്ട് പ്രിയ ലിസി ആന്റിയെ ഞാൻ ക്ഷണിച്ചുകൊള്ളുന്നു. താങ്ക് യു ജോസിയ. നമുക്ക് പ്രാർത്ഥിക്കാം. സ്വർഗാദി സ്വർഗങ്ങളിൽ അധിവസിക്കുന്ന പരിശുദ്ധനായ കർത്താവെ, അടിയങ്ങളങ്ങെ ആരാധിക്കുന്നു, അടിയങ്ങളങ്ങെ മഹത്വപ്പെടുത്തുന്നു. സകല ആരാധനയ്ക്കും പൂഴ്ചയ്ക്കും യോഗ്യനായ കർത്താവിന്റെ പാദപീഠത്തിൽ കർത്താവെ, ഈ സന്ധ്യായാമ അടിയങ്ങൾ കടന്നു വന്ന് അവിടുത്തോട് അടിയങ്ങളുടെ ആവശ്യങ്ങൾ അറിയിക്കുമ്പോൾ അവിടുന്ന് ശ്രദ്ധ വെച്ച് കേൾക്കുന്ന ദൈവമാകിയാൽ സ്തോത്രം. കർത്താവ് അടിയങ്ങളെ കാലാകാലങ്ങളായി വിളിച്ചു വേർതിരിച്ചു, അവിടുത്തെ മക്കളാക്കി തീർത്തു, സ്വർഗത്തിന് അവകാശികളാക്കി. ഇന്ന് കർത്താവെ, അവിടുത്തെ മക്കൾ എന്ന നിലയിൽ അടിയങ്ങൾ ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളായിരുന്നുകൊണ്ട് ഈ സൂമിലൂടെ കടന്നു വന്നിരിക്കുന്നു. ദൈവത്തിന്റെ കൃപ അടിയങ്ങളോട് കൂടെ ഇരിക്കുകയും സഹായിക്കുകയും ചെയ്യുമാറാകണമേ എന്നോർത്ത് പ്രാർത്ഥിക്കുന്നു. ഈ 155ാമത്തെ മീറ്റിംഗ് ഏറ്റവും അനുഗ്രഹമായി നടക്കുവാൻ എന്റെ കർത്താവ് തന്നെ അവിടുന്ന് അധ്യക്ഷനായിട്ട് കൂടെ ഇരുന്ന് കർത്താവെ കാര്യങ്ങളെ അവിടുന്ന് ക്രമീകരിച്ച് നൽകുമാറാകണമേ എന്നോർത്ത് പ്രാർത്ഥിക്കുന്നു. ലീഡ് ചെയ്യുന്ന അവിടുത്തെ മകൾ ജോസി ആയിക്കാട്ട് സ്തോത്രം. കുടുംബമായിട്ട് അവിടുന്ന് അനുഗ്രഹിക്കണമേ. ശുശ്രൂഷകളെയൊക്കെ അവിടുന്ന് ആദരിക്കുകയും മാനിക്കുകയും ചെയ്യുമാറാകണമേ എന്നോർത്ത് പ്രാർത്ഥിക്കുന്നു. ദൈവത്തിന് സ്തോത്രം. അങ്ങയെ പാടി സ്തുതിച്ച് മഹത്വപ്പെടുത്തുവാൻ തക്കവണ്ണം എന്റെ കർത്താവ് ഇന്ന് കൂട്ടിവരുത്തിയിരിക്കുന്ന അവിടുത്തെ മകൾ റൂബിളിനായിട്ട് ദൈവത്തെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. അവിടുത്തെ മകൾക്ക് കർത്താവെ അങ്ങയെ പാടി സ്തുതിച്ച് മഹത്വപ്പെടുത്തുവാൻ തക്കവണ്ണം എല്ലാ കൃപകളും കർത്താവ് ഉയരത്തിൽ നൽകിക്കൊടുത്ത് അനുഗ്രഹിക്കുമാറാകണമേ. പ്രിയ മകൾ ചെയ്യുന്ന എല്ലാ ശുശ്രൂഷകളെയും എന്റെ കർത്താവെ അവിടുന്ന് ആദരിക്കുകയും മാനിക്കുകയും കുടുംബമായിട്ട് അവിടുന്ന് അനുഗ്രഹിക്കുകയും ചെയ്യുമാറാകണമേ എന്നോർത്ത് പ്രാർത്ഥിക്കുന്നു. ഇന്ന് കർത്താവെ, അടിയങ്ങളുടെ മധ്യത്തിൽ വചനം പറഞ്ഞു തരുവാൻ തക്കവണ്ണം അവിടുന്ന് അയച്ചിരിക്കുന്ന അവിടുത്തെ ദാസി എൽസി ആന്റിക്കായിട്ട് സ്തോത്രം. കർത്താവെ, അവിടുത്തെ ദാസിക്ക് വേണ്ടുന്ന കൃപകളെ അവിടുന്ന് നൽകിക്കൊടുത്ത് മാനിക്കുകയും അനുഗ്രഹിക്കുകയും ചെയ്യുമാറാകണമേ. ഏത് സമയത്തും ഏത് നേരത്തും കർത്താവെ അവിടുത്തെ സന്നിധിയിലേക്ക് കടന്നു വരുവാൻ അടിയങ്ങൾക്ക് നൽകിയിരിക്കുന്ന പ്രാഗൽഭ്യത്തിനായി സ്തോത്രം. എന്നാൽ അവിടുത്തെ ദാസി കർത്താവെ അമേരിക്കയുടെ പ്രദേശത്ത് കർത്താവെ ആയിരിക്കുന്നു. വെളുപ്പിനെയാണെന്നാലോ ഏത് സമയത്തും പാഠ്യങ്ങളോടൊപ്പം ആയിരിക്കാൻ അങ്ങയുടെ ദാസിക്ക് കൊടുത്തിരിക്കുന്ന എല്ലാ നല്ല മനസ്സിനായിട്ട് ഉത്സാഹത്തിനായിട്ട് സ്തോത്രം. കർത്താവെ, ഇന്ന് അടിയങ്ങൾക്ക് വേണ്ടുന്നായ വചനം പറയുമ്പോൾ അവിടെ ദാസിയുടെ നാവോട് കൂടെ ഇരിക്കുകയും സഹായിക്കുകയും ചെയ്യണമേ. അടിയങ്ങൾക്ക് കേൾക്കുന്ന അടിയങ്ങൾക്കും സംസാരിക്കുന്ന അവിടുത്തെ ദാസിക്കും അത് ഒരുപോലെ അടിയങ്ങളുടെ ജീവിതത്തിന് അനുഗ്രഹത്തിന് കാരണമായി തീരുവാൻ, അത് അടിയങ്ങൾ അനുസരിച്ച് ജീവിപ്പാനൊക്കെ അപ്പച്ച അവിടുന്ന് അടിയങ്ങളെ ഇടയാക്കുമാറാകണമേ എന്നോർത്ത് പ്രാർത്ഥിക്കുന്നു. ദൈവത്തിന് സ്തോത്രം. തുടർന്ന് കർത്താവെ, അടിയങ്ങൾക്ക് ബ്രേക്കഡ് റൂമിൽ പോയി അനേക വിഷയങ്ങൾ അങ്ങയോട് അപേക്ഷിക്കേണ്ടതായിട്ടുണ്ട്. അടിയങ്ങൾ ഓരോരുത്തരും അങ്ങയോട് പ്രാർത്ഥിക്കുന്ന ഓരോ വിഷയത്തിനും എന്റെ കർത്താവ് അവിടുന്ന് തക്ക സമയത്ത് മറുപടി നൽകി തരുന്ന ദൈവമാണ്. അതിനായിട്ട് സ്തോത്രം. അത് അടിയങ്ങൾ വിശ്വസിക്കുന്നു. കർത്താവെ, എന്ന നിലയില് അടിയങ്ങൾക്ക് അങ്ങയോട് സംസാരിക്കുവാനുള്ളത് പറയുന്നതൊക്കെ അവിടുത്തോട് അറിയിക്കുമ്പോൾ അവിടുന്ന് ചെവിച്ചായച്ച് കേട്ട് ഉത്തരം അരുളുന്ന ദൈവമാകിയാൽ നന്ദിയോട് സ്തോത്രം ചെയ്യുന്ന സ്തുതിക്കുന്നു. പ്ലാറ്റ്ഫോമിലൂടെ അടിയങ്ങളെ ശ്രദ്ധിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരെയും അതുപോലെ യൂട്യൂബിലൂടെ ശ്രദ്ധിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരെയും അവിടുത്തെ കരങ്ങളിലേക്ക് സമർപ്പിക്കുന്നു. ഇനിയും കർത്താവെ ജോയിൻ ചെയ്യുവാൻ ആഗ്രഹിക്കുന്ന പ്രിയപ്പെട്ടവരെയും തക്ക സമയത്ത് അവിടുന്ന് ജോയിൻ ചെയ്യുവാൻ കർത്താവ് ഇടയാക്കുമാറാകണമെന്ന് എന്നോട്ട് പ്രാർത്ഥിക്കുന്നു. കഴിഞ്ഞ 154 മീറ്റിംഗും ഏറ്റവും അനുഗ്രഹമായി നടക്കുവാൻ ദൈവനാമ മഹത്വത്തിനായിട്ടൊക്കെ ചെയ്യുവാൻ തക്കാണ് എന്റെ കർത്താവ് ഓരോരുത്തർക്കും വേണ്ടുന്ന കൃപകളെ അവിടുന്ന് നൽകിയതിനായി സ്തോത്രം. അടിയങ്ങൾക്കല്ല ഹോവി, അടിയങ്ങൾക്കല്ല അങ്ങയുടെ പൊന്നുനാമം മാത്രം മഹത്വപ്പെടണം. അതാണ് കർത്താവെ അടിയങ്ങളുടെ ആഗ്രഹവും പ്രാർത്ഥനയും. അതനുസരിച്ച് കർത്താവ്
ഈ മീറ്റിംഗ് ഇന്നുവരെയും തുടരുവാൻ തക്കവണ്ണം എന്റെ ദൈവം അങ്ങ് ഇടയാക്കിക്കൊണ്ടിരിക്കുന്നതിനായിട്ടും ദൈവത്തെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. ഇതിന് പിന്നിൽ അധ്വാനിക്കുന്ന അവിടുത്തെ മക്കൾക്കായിട്ട് സ്തോത്രം. എല്ലാവരെയും അവിടുന്ന് ഒരുപോലെ ധാരാളമായിട്ട് അനുഗ്രഹിക്കുമാറാകണമേ. അടിയങ്ങള് ചില നിമിഷങ്ങൾ അവിടുത്തെ പാദത്തിലായിരിക്കുമ്പോൾ നെറ്റിൻ്റെതായ മറ്റു യാതൊരു ഇഷ്യൂസും കർത്താവ് അവിടുന്ന് എല്ലാ കാര്യങ്ങളും ക്രമീകരിച്ച് എല്ലാം ചന്തവും ഉചിതവുമായി ചെയ്യുവാൻ തക്കവണ്ണം അടിയങ്ങൾ ഓരോരുത്തരെയും അവിടുന്ന് ഇടയാക്കുമാറാകണമേ എന്നോർത്ത് പ്രാർത്ഥിക്കുന്നു. അടിയങ്ങളുടെ കുറവുകളൊക്കെ കർത്താവ് അവിടുന്ന് ക്ഷമിക്കുമാറാകണമേ. വിട്ടുപോയ വിഷയങ്ങളോടും കർത്താവ് കൂടിയിരിക്കണം. കടന്നു വന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കായിട്ട് ഒരിക്കൽ കൂടി ദൈവത്തെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു, അതോടൊപ്പം നന്ദി കരയിട്ടുന്നു. സകലതും കർത്താവായ യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ ഏറ്റവും വിനയത്തോടെ അപേക്ഷിക്കുന്നു. കൃപ തോന്നി ഉത്തരമല്ലണം സ്വർഗീയ നല്ല ദൈവമേ. ആമേൻ. ആമേൻ. സ്തോത്രം. താങ്ക് യു ലിസി ആന്റി. അടുത്തതായിട്ട് കർത്താവിനെ നമുക്ക് പാടി വാഴ്ത്തി സ്തുതിക്കാം. കർത്താവിന്റെ ഗാനങ്ങളെ ആലപിക്കുവാനായിട്ട് പ്രിയ റൂബിൾ സിസ്റ്ററിനെ ഞാൻ സ്വാഗതം ചെയ്തുകൊള്ളുന്നു. പ്രൈസ് ദി ലോർഡ്. നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന നല്ല ദേവനെ ഞങ്ങൾ എല്ലാവരെയും ആ പാട്ട് പാടാം ഒരുമിച്ച്.
അടുത്തതായിട്ട് നമ്മളെല്ലാം നോക്കി പാർക്കുന്ന ഒരു ദിവസം അല്ലേ, പുത്തനാം യെരൂശലേമിൽ എത്തും കാലം ഓർക്കുമ്പോൾ. ആ പാട്ട് നമുക്ക് എല്ലാവർക്കും ചേർന്ന് പാടാം. സർവ
ദ ലോർഡ്. പ്രൈസ് ദ ലോർഡ്. താങ്ക് യു സിസ്റ്റർ. വളരെ മനോഹരമായിട്ട് രണ്ട് ഗാനങ്ങള്, രണ്ട് ആത്മീയ ഗീതങ്ങളെ കേൾക്കുവാൻ സിസ്റ്ററിലൂടെ കേൾക്കുവാൻ ദൈവം ഞങ്ങൾക്ക് ഇടയാക്കി. ദൈവത്തെ സ്തുതിക്കുന്നു. ദൈവവചനം കേൾക്കാനുള്ള സമയമാണ്. ദൈവവചനത്തിൽ നിന്ന് നമ്മൾക്ക് ആലോചന പറഞ്ഞു തരുന്നതിനായിട്ട് പ്രിയ എൽസി അമ്മാമയെ ക്ഷണിച്ചുകൊള്ളുന്നു. താങ്ക് യു ശ്രീ. താങ്ക് യു. ഞാൻ അധികം മുഖവര ഇല്ലാതെ എൻ്റെ വിഷയത്തിലേക്ക് പ്രവേശിക്കുകയാണ്. കാരണം 154 മെസ്സേജ് പ്രാർത്ഥനയെക്കുറിച്ച് നമ്മൾ കേട്ട് കഴിഞ്ഞു. ഇത് 155-ാമത്തെ ആണ് എനിക്ക് കിട്ടിയിരിക്കുന്നത്. അതുകൊണ്ട് ഒരു റിപ്പീറ്റേഷൻ വരുമോ എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. ഇന്ന് ഞാൻ സംസാരിക്കാൻ പോകുന്നത് ആരെയും വിരൽ ചൂണ്ടിയല്ല, എന്നിലേക്ക് വിരൽ ചൂണ്ടി എനിക്ക് ലഭിച്ച വചനത്തിൽ നിന്ന് ലഭിച്ച ചില കാര്യങ്ങൾ മാത്രമാണ്. അതായത് നമ്മുടെ കർത്താവ് ഈ ഭൂമിയിലായിരുന്നപ്പോൾ പ്രാർത്ഥനയെക്കുറിച്ചൊരു നല്ല ബൈബിൾ സ്റ്റഡി എടുത്തതായിട്ട് മത്തായി സുവിശേഷം 6-7 അധ്യായങ്ങളിൽ പറഞ്ഞിട്ടുണ്ട്. അതിൽ നിന്നും 20 മിനിറ്റ് അല്ല 20 മണിക്കൂർ പറയേണ്ട വിഷയങ്ങളാണ്. ഞാൻ അതിൽ നിന്ന് 20 മിനിറ്റിലേക്ക് ഞാൻ പെറുക്കിയെടുത്ത വിഷയം മാത്രം നിങ്ങളുടെ മുമ്പിൽ നിരത്തി വെക്കാൻ മാത്രമാണ് ആഗ്രഹിക്കുന്നത്. ആരെയും വിരൽ ചൂണ്ടിയല്ല. എന്നാൽ ചില കാര്യങ്ങൾ, നമ്മുടെ തെറ്റുകൾ തിരുത്തി നാം പഠിക്കേണ്ട ചില കാര്യങ്ങൾ മാത്രം. നമ്മൾ പാടിയതുപോലെ നല്ല ദേവനെ എന്ന് പാടിയപ്പോൾ നമുക്ക് എല്ലാം മറന്ന് നമ്മൾ ഓരോ ദിവസവും ഒരു ശുദ്ധീകരണം നമുക്ക് ആവശ്യമാണ്, ഒരു കറക്ഷൻ ആവശ്യമാണ്. അതിനാധാരമായിട്ട് മത്തായി സുവിശേഷം 6-ാം അധ്യായത്തിന്റെ 1-ാം വാക്യം ഞാനൊന്ന് വായിക്കട്ടെ. മനുഷ്യർ കാണേണ്ടതിന് നിങ്ങളുടെ നീതിയെ അവരുടെ മുമ്പിൽ ചെയ്യാതിരിപ്പാൻ സൂക്ഷിപ്പിൻ, അല്ലാഞ്ഞാൽ സ്വർഗത്തിലുള്ള നിങ്ങളുടെ പിതാവിന്റെ പക്കൽ നിങ്ങൾക്ക് പ്രതിഫലമില്ല. ഈ വാക്യം വളരെ ശ്രദ്ധിക്കേണ്ട ഒരു വിഷയമാണ്. ആകയാൽ എന്ന് പറഞ്ഞിട്ടാണ് 2-ാം വാക്യം തുടങ്ങുന്നത്. ആകയാൽ എന്ന് പറയുമ്പോൾ ഈ പറഞ്ഞ കാര്യങ്ങൾ നാം വളരെ സൂക്ഷിക്കേണ്ടത് വളരെ ആവശ്യമാണ്. മനുഷ്യർ കാണേണ്ടതിന് നിങ്ങളുടെ നീതി അവരുടെ മുമ്പിൽ ചെയ്യാതിരിപ്പാൻ സൂക്ഷിപ്പിൻ, അല്ലാഞ്ഞാൽ സ്വർഗത്തിൽ നിങ്ങളുടെ പിതാവിന്റെ പക്കൽ നിങ്ങൾക്ക് പ്രതിഫലമില്ല. അത് വളരെ സൂക്ഷിക്കേണ്ട, കുറിക്കൊള്ളേണ്ട ഒരു വാക്യമാണ്. ഇനി 7-ാം അധ്യായത്തിന്റെ 21-22 നമുക്കൊന്ന് വായിക്കാം. 7-ാം അധ്യായത്തിന്റെ 21-ാം വാക്യത്തിൽ ഇങ്ങനെ പറയുന്നത്: എന്നോട് കർത്താവേ കർത്താവേ എന്ന് പറയുന്നവനേവനുമല്ല, സ്വർഗസ്ഥനായ എൻ്റെ പിതാവിന്റെ ഇഷ്ടം ചെയ്യുന്നതിന് അത്രേ സ്വർഗരാജ്യത്തിൽ കടക്കുന്നത്. കർത്താവേ കർത്താവേ, നിന്റെ നാമത്തിൽ ഞങ്ങൾ പ്രവചിക്കുകയും നിന്റെ നാമത്തിൽ ഭൂതങ്ങളെ പുറത്താക്കുകയും നിന്റെ നാമത്തിൽ വളരെ വീര്യപ്രവൃത്തിയും ചെയ്തില്ലയോ അന്ന് എന്ന് പലരും ആ നാളിൽ എന്നോട് പറയും. അന്ന് ഞാൻ അവരോട്, ഞാൻ ഒരു നാളും നിങ്ങളെ അറിഞ്ഞിട്ടില്ല, അധർമ്മം പ്രവർത്തിക്കുന്നവരെ എന്നെ വിട്ടു പോകുവിനെന്ന് തീർത്ത് പറയും. ഈ വാക്യങ്ങൾ 2 വേദഭാഗവും വായിച്ചപ്പോൾ എൻ്റെ മനസ്സിൽ വളരെ പ്രയാസം തോന്നി. എന്ന് പറഞ്ഞാൽ, നമ്മൾ ചെയ്യുന്നതെല്ലാം ശരിയാണോ? നമ്മൾ ചെയ്യുന്നത് ദൈവത്തിന്റെ മഹത്വമാണോ? ഇത് പറഞ്ഞിട്ടാണ് കർത്താവ് ഈ പ്രാർത്ഥനയെക്കുറിച്ച് ഒരു ബൈബിൾ സ്റ്റഡി ശിഷ്യന്മാർക്ക് കൊടുത്തത്. കാരണം എന്താണ്? 1-ാമത്തെ വാക്യത്തിൽ നിങ്ങൾ മനുഷ്യരെ കാണേണ്ടതിന് നീതിയെ. കാരണം അന്നത്തെ യഹൂദന്മാർ, കർത്താവ് യഹൂദനായതുകൊണ്ട് അന്നത്തെ യഹൂദന്മാരുടെ പ്രാർത്ഥനാ രീതികൾ കർത്താവിന് നല്ലപോലെ അറിയാമായിരുന്നു. അതായത് അവർക്ക് 8 പ്രാർത്ഥനകൾ അടങ്ങിയ ഒരു പുസ്തകമുണ്ട്. ആ 8 പ്രാർത്ഥനകളും അവർ എന്ന് ചൊല്ലണം. അതാണ് അവരുടെ പ്രാർത്ഥന. ആ 8 പ്രാർത്ഥനയും പ്രാർത്ഥിക്കുന്നതോടൊപ്പം തന്നെ ഒരു പ്രാർത്ഥനയോടെ കൂട്ടാം. അങ്ങനെ 9 കാര്യം. അവരുടെ കയ്യിൽ ഒരു ജപമാലയുണ്ട്. ആ ജപമാല പിടിച്ചുകൊണ്ട് അത് ഓരോന്നും എണ്ണിയാണ് അവർ പ്രാർത്ഥിക്കുന്നത്. എന്ന് പറഞ്ഞാൽ പിന്നെ കർത്താവ് നോക്കുക, ഇവരെവിടെയാണ് പ്രാർത്ഥിക്കുന്നത്? അവർ പ്രാർത്ഥിക്കുന്നത് പരസ്യമായിട്ട് നീണ്ട പ്രാർത്ഥനകൾ തെരുവുകളുടെ കോണിലൊക്കെ നിന്ന് പ്രാർത്ഥിക്കും. അത് മാത്രമല്ല, ഈ പ്രാർത്ഥനകൾക്ക് നിയമമുണ്ട്. ഒന്നിൽ സിനഗോഗില് അല്ലെങ്കിൽ മന്ദിരത്തിൽ അവിടെ പോയി വേണം പ്രാർത്ഥിക്കാൻ. ഇങ്ങനെ പല നിയമങ്ങൾ അവിടെ ഇടയിലുണ്ട്. എന്നാൽ കർത്താവ് അതെല്ലാം നോക്കിക്കൊണ്ട് അതൊന്ന് കറക്റ്റ് ചെയ്യാനായിട്ടാണ് ശിഷ്യന്മാർക്ക് ഈ പ്രാർത്ഥനയെ കുറിച്ചുള്ള ക്ലാസ് എടുത്തത്. എന്നിട്ട് അതിന് ഉദാഹരണമായിട്ട് നിങ്ങൾ ഈ വണ്ണം പ്രാർത്ഥിപ്പൻ എന്ന് പറഞ്ഞിട്ട് അവിടെ അവിടെ പറയുന്നത് നിങ്ങളോ എന്ന് പറഞ്ഞിട്ട് അതിന്റെ 9-ാം വാക്യം തുടങ്ങി സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ എന്ന് പറഞ്ഞുകൊണ്ട് ഒരു പ്രാർത്ഥന. അതിന്റെ അവസാനത്തിൽ, ആ പ്രാർത്ഥനയുടെ അവസാനം എന്താണ് പറഞ്ഞിരിക്കുന്നത്? രാജ്യവും ശക്തിയും മഹത്വം എന്നേക്കും നിനക്കുള്ളതല്ലോ. അപ്പൊ നമ്മൾ ആരോടാണ് പ്രാർത്ഥിക്കുന്നത്? സ്വർഗസ്ഥനായ പിതാവിനോട്. ആ സ്വർഗസ്ഥനായ പിതാവിനെ കുറിച്ച് നമുക്ക് എന്തറിയാം?
അതുപോലെ നമ്മുടെ പ്രാർത്ഥനയുടെ ഉദ്ദേശം എന്താണ്? സകല മഹത്വം നമ്മുടെ കർത്താവിന്. നമ്മളത് പറയും, ഓൾ ഗ്ലോറി ടു ഗോഡ് എന്നൊക്കെ നമ്മൾ പറയും. എന്നാൽ നമ്മുടെ പ്രാർത്ഥനയിൽ നാം എന്താണ് ഉദ്ദേശിക്കുന്നത്? നമ്മുടെ ഈ പ്രാർത്ഥന ഞാനത് ഓർത്തപ്പോൾ നമുക്ക് പരസ്യ പ്രാർത്ഥനയുണ്ട്, രഹസ്യ പ്രാർത്ഥന. ഈ രണ്ട് കാര്യങ്ങളാണ് കർത്താവ് പ്രധാനമായി പറഞ്ഞത്. ആ പരസ്യ പ്രാർത്ഥനയിലും രഹസ്യ പ്രാർത്ഥനയിലും പല പ്രാർത്ഥനകളുണ്ട്. കഴിഞ്ഞ ആഴ്ച നമ്മുടെ തങ്കമ്മ സഹോദരി നമ്മളോട് പറഞ്ഞു അതിരാവിലെ എഴുന്നേറ്റ് പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥന. നമുക്ക് അതിരാവിലെ പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥനയുണ്ട്. അതുപോലെ പ്രാർത്ഥന പല വിധത്തിലുള്ള പ്രാർത്ഥനകളുണ്ട് അല്ലെ? പരസ്യ പ്രാർത്ഥന എന്ന് പറയുമ്പോൾ പരസ്യ പ്രാർത്ഥന ഏറ്റവും ചുരുക്കമായിരിക്കണം. ഈ സാധാരണ യഹൂദന്മാര് പരസ്യ പ്രാർത്ഥന നീണ്ട പ്രാർത്ഥനയാ പ്രാർത്ഥിക്കുന്നത്. കാരണം അതെല്ലാവരും കേൾക്കണം. എന്തിനാണ് അത് കേൾക്കുന്നത്? അത് അവർക്ക് മഹത്വം ലഭിക്കണം. അവർക്ക് മഹത്വം ലഭിപ്പാൻ, കർത്താവിന് മഹത്വം ലഭിപ്പാനല്ല. ചുങ്കക്കാരന്റെയും പാപിയുടെ ആ പ്രാർത്ഥന നമുക്കറിയാം ഉദാഹരണം. ചുങ്കക്കാരൻ അവിടെ നിന്നും കൊണ്ട് തന്നോട് തന്നെയാണ് പ്രാർത്ഥിക്കുന്നത്. ഞാൻ അങ്ങനെ ചെയ്തു, ഇങ്ങനെ ചെയ്ത എന്നെല്ലാം പറഞ്ഞു. അല്ല, പാപിയായ മനുഷ്യൻ എന്താ പറഞ്ഞത്? കർത്താവേ, പാപിയായനോട് ക്ഷമ തോന്നണം. ആ ഒരു പ്രാർത്ഥനയാണ് ആരാ കേട്ടത്? ദൈവം കേട്ടത് ആ പാപിയുടെ പ്രാർത്ഥനയാണ്. ഇപ്പോൾ നമ്മളെ കൊച്ചു പ്രാർത്ഥനയുണ്ട്, വലിയ പ്രാർത്ഥനകളൊക്കെ ഉണ്ട്. ഇന്ന് ഞാൻ ഓർത്തു, നാം കൂടി വരുമ്പോൾ നമ്മൾ ഒരുപാട് കാര്യങ്ങൾ നമ്മുടെ ലീഡിങ് ആയാലും MC ആയാലും പ്രാർത്ഥന ആയാലും പ്രസംഗം എന്തായാലും നാം വളരെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം. ഇന്ന് ജോസി എനിക്ക് വളരെ ഇഷ്ടം തോന്നി. ഒട്ടും സമയം ചെലവാക്കാതെ ടു ദ പോയിന്റ് മാത്രം അത് പറഞ്ഞു. അതുപോലെ തന്നെ ലിസി പ്രാർത്ഥിച്ചപ്പോൾ ടു ദ പോയിന്റ്. എനിക്ക് വളരെ സന്തോഷം തോന്നി. കർത്താവ് എന്ന് ഞാൻ പറയാൻ പോകുന്ന തന്നെയാണല്ലോ അവർ ചെയ്തത്. എന്നാൽ ചില നമ്മുടെ രഹസ്യ പ്രാർത്ഥന, പരസ്യ പ്രാർത്ഥന ചുരുക്കവും രഹസ്യ പ്രാർത്ഥന നീണ്ടതുമായിരിക്കട്ടെ. നമുക്കറിയാം, രാത്രി മുഴുവൻ കരഞ്ഞ് പ്രാർത്ഥിച്ചതുണ്ട് അല്ലെ? രഹസ്യ പ്രാർത്ഥന എന്ന് പറയുന്നത് കർത്താവ് പറഞ്ഞ് വാതിലടച്ച് നിങ്ങൾ രഹസ്യത്തിലാണ് പ്രാർത്ഥിക്കേണ്ടത്. ആരോടാ? നമ്മുടെ ദൈവത്തോട്. അപ്പൊ രഹസ്യ പ്രാർത്ഥന രാത്രി മുഴുവൻ കിടന്ന് പ്രാർത്ഥിച്ചാലും കുഴപ്പമില്ല. അതുപോലെ അതിരാവിലെ എഴുന്നേറ്റ് ദൈവം കർത്താവ് മാതൃക കാണിച്ചു തന്നു. നീണ്ട പ്രാർത്ഥന കർത്താവ് പ്രാർത്ഥിച്ചു അല്ലെ? അത് നിർജ്ജന പ്രദേശത്ത് പോയിരുന്ന് പ്രാർത്ഥിച്ചു. പിന്നെ അതുപോലെ ഈ രഹസ്യ പ്രാർത്ഥന മൗനമായി ഞാൻ മണിക്കൂറുകളോളം മുട്ടുമേൽ നിന്ന് കണ്ണുനീരൊഴിച്ച് ഒരു വാക്ക് പോലും പറയാതെ കർത്താവിന്റെ മുമ്പിൽ എൻ്റെ ഹൃദയം പകർന്ന കാര്യം ഞാൻ ഓർക്കുന്നുണ്ട്. അങ്ങനെ ഒരു അനുഭവത്തിൽ എന്നെ കൂടെ കടത്തി വിട്ടപ്പോൾ ഒരു വാക്കും പ്രാർത്ഥിക്കാനില്ല. ഞാൻ പറഞ്ഞ കർത്താവേ, എൻ്റെ ഹൃദയത്തിൽ ഒരു വാക്ക് പോലും എനിക്ക് വരുന്നില്ല, എൻ്റെ ഹൃദയം നീ അറിയുന്നല്ലോ എന്ന് പറഞ്ഞ് മണിക്കൂറുകളോളം കരഞ്ഞതായിട്ട് ഞാൻ ഓർക്കുന്നു. സഹോദരിമാരെ, നമ്മുടെ പ്രാർത്ഥന ഏത് വിധത്തിലാണ്? നമ്മൾ രഹസ്യമായി പ്രാർത്ഥിക്കുന്നുണ്ട് കർത്താവിനോട്. നമ്മൾ പറയുന്നൊന്നും ആരും കേൾക്കുന്നില്ല. അതേസമയത്ത് പരസ്യ പ്രാർത്ഥന പ്രാർത്ഥിക്കുമ്പോൾ ചില സഹോദരിമാർ ടു ദ പോയിന്റ്. ഇപ്പൊ പരസ്യ പ്രാർത്ഥന ഇപ്പൊ നമ്മൾ കൂടി വന്നിരിക്കുകയാണ്. ഏതെങ്കിലും ഒരു വിഷയം ഇപ്പൊ നമുക്ക് ബ്രേക്ക് റൂമിൽ പോകുമ്പോൾ നമുക്ക് വിഷയം തരും. ആ വിഷയം മാത്രം പ്രാർത്ഥിക്കും. അത് നല്ലൊരു ഉദാഹരണമാണ്. അതേ സമയത്ത് പ്രാർത്ഥന നമ്മുടെ മീറ്റിങ്ങിന്റെ അനുഗ്രഹത്തിനായി പ്രാർത്ഥിക്കാൻ പറയുമ്പോൾ ഉള്ള രോഗികളെ കുറിച്ചും അതും ഇതും എല്ലാം നീണ്ട പ്രാർത്ഥന. ചില സഹോദരിമാരുടെ അല്ലെങ്കിൽ സഹോദരന്മാരുടെ വിചാരം നീണ്ട പ്രാർത്ഥനയാണ് നല്ല പ്രാർത്ഥന. എന്നിട്ട് എന്റെ പ്രാർത്ഥന എങ്ങനെ ഉണ്ടായിരുന്നു? എന്തോ ഈ പറയുന്നത്? നമുക്ക് ടു ദ പോയിന്റ്. ഒരു വിഷയത്തിന് വേണ്ടി പ്രാർത്ഥിക്കാം, ആ വിഷയത്തിന് വേണ്ടി മാത്രം പ്രാർത്ഥിക്കുക. അതാണ് പരസ്യ പ്രാർത്ഥനയിൽ നാം വളരെ ശ്രദ്ധിക്കേണ്ടതാണ്. അതുപോലെ നമ്മുടെ MC ആയാലും എന്തായാലും വാരി വലിച്ച് അവരെ പുകഴ്ത്തി ഇവരെ പുകഴ്ത്തി നമ്മൾ മനുഷ്യരെ അങ്ങ് പുകഴ്ത്തി ഈ മുഖസ്തുതി എന്ന് പറയുന്ന ദൈവം എപ്പോഴും വെറുക്കുന്ന ഒരു കാര്യമാണ്. ഒരു കാര്യം നമ്മൾ ഏൽപ്പിച്ചാൽ ടു ദ പോയിന്റ് നമുക്ക് അതാണ്. ഒരു രോഗികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ പറഞ്ഞാൽ ആ രോഗിക്ക് വേണ്ടി പ്രാർത്ഥിക്കുക എന്ന് പറഞ്ഞാൽ രോഗിക്ക് വേണ്ടി മാത്രം പ്രാർത്ഥിക്കുമ്പോൾ അത് ചുരുക്കമായിരിക്കട്ടെ. നമുക്കറിയാം, യാക്കോബിന്റെ ലേഖനം 5-ാം അധ്യായത്തിൽ രോഗികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നതിനെ കുറിച്ചൊക്കെ പറഞ്ഞിട്ടുണ്ട്. പ്രാർത്ഥനയുടെ ഓരോ നിയമങ്ങളും കർത്താവ് ഇവിടെ പറഞ്ഞിട്ടുണ്ട്. നമ്മൾ എങ്ങനെയാണ് പ്രാർത്ഥിക്കേണ്ടത്, എപ്പോഴാണ് പ്രാർത്ഥിക്കേണ്ടത്, ആരോടാണ് പ്രാർത്ഥിക്കേണ്ടത്. മാനം, മഹത്വം നാം വായിച്ചതുപോലെ സർവ മഹത്വം നമ്മുടെ കർത്താവിന് മാത്രം. കർത്താവിന് അറിയാം നാം എന്താ പ്രാർത്ഥിക്കാൻ പോകുന്നത്. നമ്മുടെ ഹൃദയങ്ങളെ അറിയുന്ന കർത്താവിന് നമ്മുടെ പ്രാർത്ഥന വിഷയം അറിയാഞ്ഞിട്ടല്ല. പിന്നെ ചോദിക്കും എന്തിനാണ് ചില സമുദായക്കാരുണ്ട്, കർത്താവിനെ എല്ലാം അറിയാലോ, പിന്നെ എന്തിനാ പ്രാർത്ഥിക്കുന്നത്? ഒരപ്പന്റെ അടുക്ക് വന്ന് കുഞ്ഞുങ്ങൾ വന്ന് സംസാരിക്കുക,
നമ്മളൊരു അപ്പന്റെ അടുക്ക് വന്നും പറയും, ആ അപ്പന്റെ വീട്ടുപേരൊക്കെ വിളിച്ച് പറഞ്ഞ് ഇന്നതാണല്ലോ എന്നൊക്കെ പറഞ്ഞുകൊണ്ടാണ് ഒരു കാര്യം ചോദിക്കാൻ പോകുന്നത്. അപ്പ എനിക്കൊരു ഉടുപ്പ് വേണം, അല്ലെങ്കിൽ അപ്പ എനിക്ക് ഇത് വേണം എന്ന് പറയുന്നത് പോലെ തന്നെ ആയിരിക്കണം അപ്പനെ അറിയുന്ന ഒരു മകൻ. കാരണം ഈ പിതാവുമായിട്ടുള്ള പേഴ്സണൽ റിലേഷൻഷിപ്പ് അത് നമുക്കില്ലാതെ നമ്മുടെ രഹസ്യ പ്രാർത്ഥനയിൽ അതിരാവിലെ അവിടെ പറയുന്ന മനുഷ്യന്റെ മുഖം കാണുന്നതിന് മുമ്പേ നമ്മുടെ പിതാവിന്റെ മുഖം കണ്ടുകൊണ്ട് വചനത്തിന്റെ മുമ്പാകെ ഇരുന്ന് ധ്യാനിച്ച് ആ കർത്താവിന്റെ സന്നിധിയിൽ ചില സമയം, ദീർഘസമയം തന്നെ ചെലവഴിച്ച് ഞങ്ങൾ പുറത്തിറങ്ങിയാൽ പിന്നെ നമുക്ക് പിന്നെ ആ ദിവസം നമുക്ക് വളരെ ഇതാണ് സദൃശവാക്യത്തിൽ പറഞ്ഞത്, അതിരാവിലെ എഴുന്നേറ്റ് അവന്റെ പടിവാതിൽക്കൽ ജാഗരിക്കുന്ന മനുഷ്യൻ ഭാഗ്യവാൻ. ആ പടിവാതിൽക്ക് അതിരാവിലെ എഴുന്നേറ്റ് മനുഷ്യരുടെ മുഖം കാണുന്നതിന് മുമ്പേ നമ്മുടെ പിതാവിന്റെ മുഖം കണ്ടുകൊണ്ട് ദീർഘമായിട്ട് 5 മണിക്ക് എഴുന്നേൽക്കുക. എന്തിനാണ്? നമ്മൾ പറഞ്ഞല്ലോ, മടി നല്ലതല്ലല്ലോ. നമ്മൾ എഴുന്നേറ്റ് നിന്ന് ആ കർത്താവിന്റെ പാദത്തിൽ വചനം വായിക്കുമ്പോൾ വചനമായിട്ടിരുന്ന് ഡിവോഷണൽ ബുക്കുകളൊക്കെ ഉണ്ട്, നമ്മൾ വായിച്ച് ധ്യാനിച്ച് കർത്താവിന്റെ പാദത്തിൽ സമർപ്പിച്ച് പാപങ്ങളെ ഏറ്റുപറഞ്ഞ് കഴിയുമ്പോൾ കർത്താവ് നമ്മുടെ പ്രാർത്ഥന കേൾക്കുന്നു. ആ ദിവസം നമുക്ക് വളരെ സന്തോഷമായിരിക്കും. അതുപോലെ വേറൊരു വാക്യം എൻ്റെ മനസ്സിൽ വന്ന്, എൻ്റെ ആലയം പ്രാർത്ഥനാലയമാകുന്നു, നിങ്ങൾ അതിനെ കള്ളന്മാരുടെ ഗുഹയാക്കരുത് എന്ന് പറഞ്ഞിട്ട് കർത്താവ് അവിടെ ചെന്ന് ദൈവാലയത്തെ ഒന്ന് അടിച്ച് വൃത്തിയാക്കിയതായിട്ട് നമുക്ക് വായിക്കാം. അത് യോഹന്നാന്റെ സുവിശേഷത്തിലും മർക്കോസിന്റെ സുവിശേഷത്തിലും ഒക്കെ പറഞ്ഞിട്ടുണ്ട്. കർത്താവ് അവിടെ പറഞ്ഞ, എൻ്റെ ആലയം ദൈവത്തിന്റെ ആലയമാണ്, അതിനെ നിങ്ങൾ കള്ളന്മാരുടെ ഗുഹ ആക്കരുത്. പ്രിയമുള്ളവരെ, ഏതാണ് നമ്മുടെ ആലയം ഇന്ന്? നമ്മൾ ഓരോരുത്തരുമാണ്. നമ്മുടെ ഹൃദയം ദൈവത്തിന്റെ ആലയമാണ്. യോഹന്നാന്റെ സുവിശേഷം അതിന്റെ 14-ാം അധ്യായത്തിന്റെ 24-ാം വാക്യത്തിൽ പറയുന്നുണ്ട്, എൻ്റെ കൽപ്പന പ്രമാണിക്കുന്നതിന് എൻ്റെ പിതാവ് സ്നേഹിക്കുന്നു, ഞങ്ങൾ വന്ന് അവനോട് വാസം ചെയ്യും. എന്താണ് ഞങ്ങൾ എന്ന് പറയുമ്പോൾ? പിതൃപുത്ര പരിശുദ്ധാത്മാവാൻ ദൈവം നമ്മുടെ ഹൃദയത്തിൽ വസിക്കുന്ന ആലയം നമുക്ക് അതിശുദ്ധമായ ഒരു ആലയമാണ്, അല്ലെ? ആ ആലയം കള്ളന്മാരുടെ ഗുഹയാക്കരുത്. നമ്മുടെ ഹൃദയത്തിൽ കള്ളന്മാരുടെ ഗുഹയായിട്ടുണ്ടോ? നാം പരിശോധിക്കേണ്ടിയിരിക്കുന്നു. നാം ജഡത്തിലാണ് ജീവിക്കുന്നത്. അത്യാഗ്രഹം. എന്താണ് കള്ളന്മാരുടെ ഗുഹ? കർത്താവ് എന്താണ് ആട്ടിക്കളഞ്ഞത്? അവിടെ ആവശ്യമില്ലാത്ത വ്യാപാരങ്ങൾ നടക്കുന്നു, കള്ളത്തരങ്ങൾ നടക്കുന്നു, അനീതികൾ നടക്കുന്നു. അതൊക്കെ തട്ടിത്തെറിപ്പിച്ച് ദൈവം കോപത്തിൽ ചാട്ടവാർ കൊണ്ട് അടിച്ച് അത് വൃത്തിയാക്കി. പ്രിയമുള്ളവരെ, നമ്മുടെ ഹൃദയത്തിൽ ഒരു ശുദ്ധീകരണം ആവശ്യമില്ലേ? നമ്മുടെ ഹൃദയം കള്ളന്മാരുടെ ഗുഹ ആക്കി വെച്ചിട്ടില്ലേ? നമ്മുടെ അത്യാഗ്രഹം, നമ്മുടെ ദ്രവ്യാഗ്രഹം, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ആ രഹസ്യ പ്രാർത്ഥന നമ്മുടെ ഹൃദയത്തിൽ വരാവുന്ന കാര്യങ്ങളെ കുറിച്ച് ഇവിടെ പറഞ്ഞിട്ടുണ്ട്. നമ്മുടെ ദൈവം കേൾക്കാത്ത പ്രാർത്ഥനകളെ കുറിച്ച് ഞാൻ ചിന്തിച്ചപ്പോൾ എനിക്ക് കിട്ടിയ ചില കാര്യങ്ങള്, എൻ്റെ സമയം ഓടി പോകുന്നുണ്ട്. നമുക്കറിയാം, നമുക്ക് വിശ്വാസ വീരന്മാരുടെ പ്രാർത്ഥനകളെ കുറിച്ചൊക്കെ നമുക്ക് ഒരിക്കൽ റൂബിള് നമുക്ക് പറഞ്ഞു കേൾപ്പിച്ചിരുന്നു. അവർ രാത്രി മുഴുവനൊക്കെ ഇന്ന് പ്രാർത്ഥിച്ചു. രഹസ്യ പ്രാർത്ഥനയാണ്. എന്താണ് അവർ പ്രാർത്ഥിച്ചത്? ഏത് പ്രാർത്ഥനയാണ് ദൈവം കേൾക്കാത്ത പ്രാർത്ഥന എന്ന് പറയുമ്പോഴാണ് നമുക്ക് ആ കാര്യം മനസ്സിലാകുന്നത്. അത് ഞാൻ നോക്കിയപ്പോൾ ദൈവം കണ്ണടച്ചു കളയുന്ന ചില പ്രാർത്ഥനയുണ്ട്. നമ്മൾ എത്ര പ്രാർത്ഥിച്ചാൽ ദൈവം കേൾക്കൂല. എന്തുകൊണ്ടാണ്? അതായത് ഒന്നാമത്തെ കാര്യം വിഗ്രഹാരാധന. യെരമ്യാ പ്രവചനം 7-ാം അധ്യായത്തിന്റെ 16-ാം വാക്യത്തില് വിഗ്രഹാരാധന ചെയ്യുന്നവരുടെ പ്രാർത്ഥന ദൈവം കേൾക്കയില്ല. അതൊന്നും വായിക്കാൻ എനിക്ക് സമയമല്ല, പോയിന്റ് മാത്രം പറഞ്ഞ് ഞാൻ ഓടിപ്പോവുകയാണ്. അതുപോലെ സദൃശവാക്യങ്ങൾ 21-13 പറഞ്ഞിരിക്കുന്ന, എളിവന്റെ നിലവിളിക്ക് ചെവി പൊത്തിക്കളയുന്നവൻ താനും വിളിച്ചപേക്ഷയ്ക്ക് ഉത്തരം ലഭിക്കയില്ല. എളിയവന്റെ നിലവിളി. നന്മ ചെയ്യാൻ നമ്മളെ ദൈവം രക്ഷിച്ചതാണ്. ഈ നന്മ ചെയ്യാൻ മനസ്സില്ലാതെ കയ്യിൽ പണം വെച്ചുകൊണ്ട് പിന്നെ പട്ടിണി കിടക്കുന്നവരെ നോക്കിക്കൊണ്ട് ഒരു മനസ്സലവും ഇല്ലാതെ കള്ളന്മാരുടെ ഗുഹ പോലെ ഹൃദയമാക്കിക്കൊണ്ട് അവിടെ പറഞ്ഞ, എളിയവന്റെ നിലവിളിക്ക് ചെവി പൊത്തിക്കളഞ്ഞാൽ നിന്റെ പ്രാർത്ഥന ദൈവം കേൾക്കുകയില്ല. മൂന്നാമതായിട്ട്, ജാതികളെ പോലെ ജൽപ്പനം ചെയ്താൽ, മത്തായി സുവിശേഷം 6-7 പറയും, ജൽപ്പനം ചെയ്യുക. എന്താണ്? ഒരുപാട് കാര്യങ്ങൾ അങ്ങ് നീണ്ടു ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ചില സഹോദരന്മാരുടെ വിചാരം നീണ്ട പ്രാർത്ഥനയാണ് നല്ല പ്രാർത്ഥന. അല്ല.
നീണ്ട പ്രാർത്ഥന നമ്മൾ വായിച്ചു കേട്ടല്ലോ. ജാതികളെ പോലെ ജൽപ്പനം ചെയ്യരുത്. അവര് ജൽപ്പനം എന്താ ചെയ്യുന്നത്? യഹൂദന്മാരുടെ ഉള്ളിൽ 8 കാര്യങ്ങൾ എഴുതിയ പ്രാർത്ഥന, അത് ജൽപ്പനമാണ്. അവരിങ്ങനെ മനപ്പാഠമായിട്ട് പഠിച്ചു. ഇന്ന് സമുദായക്കാർ മനപ്പാഠം പഠിച്ച പ്രാർത്ഥനകൾ ചൊല്ലുന്നുണ്ട്. അവർ 2, 3, 4 പ്രാവശ്യമൊക്കെ പള്ളി പോയി മുട്ടുന്ന പ്രാർത്ഥിക്കുന്നു. നന്മറിഞ്ഞ മറിയമേ ആകാശത്തില്, ഇതൊക്കെ പ്രാർത്ഥിക്കുന്നു. അതൊന്നും ദൈവം കേൾക്കയില്ല. ജാതികളെ പോലെ നാം ജൽപ്പനം ചെയ്യേണ്ട ആവശ്യമില്ല. അതങ്ങനെ അത് മത്തായി 6:7 അത് പറഞ്ഞിട്ടുണ്ട്. പിന്നെ കപടഭക്തി, നമുക്ക് നമ്മുടെ ഭക്തി പുറമെ എല്ലാരെയും നല്ല പ്രാർത്ഥനയ്ക്ക് നല്ല പ്രാർത്ഥിക്കുന്ന ആ പ്രാർത്ഥന, സഹോദരിയുടെ പ്രാർത്ഥന എന്തോ ഒരു നല്ല പ്രാർത്ഥന. പക്ഷെ ആ സഹോദരിയുടെ ഹൃദയത്തിൽ എന്താണെന്നുള്ളത് തൂക്കി നോക്കുന്ന കർത്താവ് അറിയുന്നുണ്ട്. പ്രിയമുള്ള സഹോദരിമാരെ, നാം പ്രാർത്ഥിക്കുമ്പോൾ എൻ്റെ ഹൃദയം എങ്ങനെ ഇരിക്കുന്നു? വളരെ ഭയത്തോടുകൂടെ പിന്നെ മൂർച്ചയുള്ള കത്തിയുള്ള കണ്ണുകൊണ്ട് കത്തി ജ്വലിക്കുന്ന ജ്വാലയുള്ള കണ്ണുകൊണ്ടാണ് കർത്താവ് നമ്മെ നോക്കുന്നത്. പ്രാർത്ഥിച്ച കർത്താവെ, ആ ജ്വാല കൊണ്ട് എൻ്റെ ഹൃദയത്തിൽ മറച്ചു വെച്ചിരിക്കുന്ന എല്ലാ പാപം കത്തിച്ചു കളയണമേ എന്ന് പറഞ്ഞുകൊണ്ട് വേണം കർത്താവിന്റെ മുമ്പിൽ പ്രാർത്ഥിക്കാൻ. കപടഭക്തി കൊണ്ട് മറച്ചു വെച്ചിരിക്കുന്ന ക്ഷമിക്കാത്ത പാപങ്ങൾ മറ്റുള്ളവരോട് പിണങ്ങി, മത്തായി സുവിശേഷം 5-ാം അധ്യായത്തിൽ പറയുന്നുണ്ട്, നീ നിന്റെ യാഗം കൊണ്ടുവരുമ്പോൾ നിന്റെ സഹോദരൻ നിന്നോട് എന്തെങ്കിലും ഉണ്ടെന്ന് നിനക്ക് അവിടെ വെച്ച് ബോധ്യം വന്നാൽ അവിടെ വെച്ചിട്ട് പോയി നിരന്നുകൊള്ളുക. പ്രാർത്ഥന ഒരു യാഗമാണ്. ദൈവത്തിന് കൊടുക്കുന്ന ഒരു യാഗമാണ്. ആരാധന ഒരു യാഗമാണ്. നാം ദൈവത്തിന് വേണ്ടി അർപ്പിക്കുന്ന എല്ലാം യാഗമാണ്. സഹോദരിമാരെ, പ്രാർത്ഥനയ്ക്കായി കൂടി വരുമ്പോൾ നമ്മുടെ ഹൃദയത്തിൽ ആരോടെങ്കിലും ഒരു വിരോധം ഉണ്ടെങ്കിൽ മൗനമായിരിക്കുന്നത് തന്നെയാണ് നല്ലത്. ആ പ്രാർത്ഥന ദൈവം കേൾക്കയില്ല. കപടഭക്തി ദൈവം കേൾക്കയില്ല. അത് അയോഗ്യമായി യാഗം കഴിക്കുന്നത്, അത് മലാഖി പ്രവചനം 1-ാം അധ്യായത്തിന്റെ 10-ാം വാക്യത്തിൽ അയോഗ്യമായിട്ട്, അതൊക്കെ വിവരിക്കേണ്ട വിഷയമാണ്. വിവരിക്കാൻ നേരമില്ല. അയോഗ്യമായിട്ട് നാം കർത്താവിന്റെ സന്നിധിയിൽ പ്രാർത്ഥിക്കാൻ വന്ന അയോഗ്യമായിട്ട്, പ്രവൃത്തി ഒന്നുമില്ല. പ്രാർത്ഥനയ്ക്കായിട്ട് വരുമ്പോൾ ഉടുത്തൊരുങ്ങി എല്ലാം ചമഞ്ഞ് ഞായറാഴ്ച ആരാധനയ്ക്ക് വരുമ്പോഴും പ്രാർത്ഥനയ്ക്ക് വരുമ്പോഴും പ്രയർ ലൈൻ വരുമ്പോൾ ആദ്യം കയറി അങ്ങോട്ട് വലിയ പ്രാർത്ഥന അങ്ങ് പ്രാർത്ഥിക്കും. അത് കേൾക്കുമ്പോൾ എല്ലാവരും കേൾക്കും എന്തൊരു പ്രാർത്ഥന. പക്ഷേ അവിടെ അയോഗ്യമായിട്ട് യാഗം കഴിച്ചാൽ, കർത്താവിന് ഹിതരമല്ലാത്തൊരു യാഗമാണ് നീ കഴിക്കുന്നെങ്കിൽ, ഒരു പ്രാർത്ഥനയാണ് നീ പ്രാർത്ഥിക്കുന്നെങ്കിൽ, തീർച്ചയായിട്ടും ദൈവം ആ പ്രാർത്ഥന കേൾക്കയില്ല. അതുപോലെ തിന്മകൾ ചെയ്ത് തിന്മ ചെയ്തിട്ട് വന്ന് യശയ്യാ 1:15 പറയുന്നുണ്ട്, തിന്മകൾ ചെയ്തിട്ട് നമ്മൾ ആഴ്ച മുഴുവനും തിന്മയല്ലാതെ നന്മയൊന്നും ചെയ്യാതെ തിന്മകൾ ചെയ്തും കൊണ്ട് അവന്റെ സന്നിധിയിൽ വന്ന് പ്രാർത്ഥിച്ചാൽ നമ്മുടെ പ്രാർത്ഥനകളൊന്നും ലഭിക്കുകയില്ല. അതുപോലെ യാക്കോബിന്റെ ലേഖനം 4-ാം അധ്യായത്തിന്റെ 1 മുതൽ 4-ാം വാക്യം വരെ വായിച്ച ഭോഗങ്ങളിൽ ചെലവഴിക്കേണ്ടതിന് നമ്മുടെ പ്രാർത്ഥന ചിലപ്പോഴൊക്കെ എൻ്റെ മകനെ ഡോക്ടറാക്കണം, എൻ്റെ മകനെ എഞ്ചിനീയർ ആക്കണം, എനിക്ക് വീട് വേണം, കാറ് വേണം, ഭോഗങ്ങളിൽ ചെലവാക്കാനായിട്ട്. അങ്ങനെയാണോ നാം പ്രാർത്ഥിക്കുന്നത്? പ്രിയമുള്ളവരെ, ഒരുപാട് കാര്യങ്ങൾ അതേക്കുറിച്ച് നമുക്ക് പറയാനുണ്ട്. എന്നാൽ അതെല്ലാം ഞാൻ ഇങ്ങനെ ചിന്തിച്ചു നോക്കിയപ്പോൾ 20 മിനിറ്റ് കൊണ്ടൊന്നും പറഞ്ഞാൽ തീരുന്നതല്ല. നാം കർത്താവിന്റെ സന്നിധിയിൽ വരുമ്പോൾ നമ്മുടെ പ്രാർത്ഥന, ഇന്ന് നാം പ്രാർത്ഥനയ്ക്കാണ് കൂടി വന്നിരിക്കുന്നത്. എനിക്ക് ഒരുപാട് സമയമെടുത്ത് MC ചെയ്യാൻ പറഞ്ഞാൽ എന്തെല്ലാം കാര്യങ്ങളാണ്. അറിയാവുന്ന വചനം വായിക്കുന്നു, അത് ചെയ്യുന്നു, ഇതിന്റെ ഒന്നും ആവശ്യമില്ല. MC എന്ന് പറഞ്ഞാൽ ഇൻട്രൊഡക്ഷൻ ചെയ്യാ. ഇന്ന് ജോസിയ ചെയ്തപ്പോൾ എനിക്ക് വളരെ സന്തോഷം തോന്നി, വളരെ ലഘുവായിട്ട്. അത് എന്തൊരു നിമ്പമാണ് അത് കേൾക്കാനായിട്ട്. എന്നാൽ ചിലരങ്ങോട്ട് കയറിയാലോ, ഞാൻ ആരെയും വില ചൂണ്ടുകയല്ല, സഹോദരന്മാരെ സൂക്ഷിക്കാൻ വേണ്ടി പറയുകയാണ്. നമ്മുടെ മഹത്വമല്ല, നാം മറ്റുള്ളവരെ പുകഴ്ത്തി, ഒരാളെ അങ്ങോട്ട് പുകഴ്ത്തി, നമ്മുടെ മഹത്വം ദൈവത്തിന് ടു ഗോഡ് ബി ദ ഗ്ലോറി നമ്മൾ പറയുമെങ്കിലും നാം മഹത്വം മറ്റുള്ളവർക്ക് കൊടുക്കുന്ന ഒരു സ്വഭാവം നമ്മളിലുണ്ട്. അത് നമ്മുടെ കർത്താവ് സ്വീകരിക്കുകയില്ല. കർത്താവിന് അത് ഇഷ്ടമല്ല. കർത്താവ് തീർത്ത് പറഞ്ഞിട്ടുണ്ട്, ഞാൻ എൻ്റെ മഹത്വം ഞാൻ ആർക്കും കൊടുക്കുകയില്ല. മഹത്വമല്ല നമ്മുടെ കർത്താവിന് മാത്രം. അതുകൊണ്ടാണ് കർത്താവ് പഠിപ്പിച്ച പ്രാർത്ഥന ആദ്യം പറഞ്ഞത് എന്തെന്നാണ്, സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, നിന്റെ നാമം വിശുദ്ധീകരിക്കപ്പെടണമേ, നിന്റെ രാജ്യം സ്വർഗത്തിലെ പോലെ ഭൂമിയിലാകണം. എന്താണ് അതിന്റെ അർത്ഥം? നിന്റെ രാജ്യം സ്വർഗത്തിലെ പോലെ ഭൂമിയിലാകണം. നമ്മുടെ ആഗ്രഹം അതായിരിക്കണം. എന്താണിത് രാജ്യം? കർത്താവായ യേശു ക്രിസ്തുവിന്റെ ഭരണമാണ് നമുക്ക് ആഗ്രഹിക്കുന്നത്. അത് വെളിപ്പാട് പുസ്തകത്തിൽ അറിയാം.
വേറെയുമുണ്ട് ഒരു എന്താ യുദ്ധവും കലാപങ്ങളും ഒന്നും കപടം ഒന്നും ഇല്ലാത്ത ഒരു രാജഭരണത്തിനാണ് ഞങ്ങൾ കാത്തിരിക്കുന്നത്. ഇന്ന് മകൾ 2 പാട്ട് പാടിയതും ആ അവസാനം പുത്തനാം യെരൂശലേമിനെ വേണ്ടി നമുക്ക് കാത്തിരിക്കുകയാണ് അല്ലേ. ആ രാജ്യം ഇവിടെ വരണം, അതായിരിക്കണം നമ്മുടെ ആഗ്രഹം. ഈ ലോകം ഇപ്പൊ നമ്മളറിയാം, യുദ്ധങ്ങൾ നാളെ നിങ്ങളുടെ അവിടെയൊക്കെ ഇലക്ഷൻ ആണെന്ന് കേട്ടു, പ്രാർത്ഥിക്കണമെന്ന് പറയുന്നുണ്ട്. അതൊക്കെ നമുക്ക് വിഷയമാണ്. എന്നാൽ നമ്മുടെ ആഗ്രഹം എന്താണ്? ദൈവത്തിന്റെ രാജ്യം ഈ ഭൂമിയിൽ വരണം എന്ന് പറഞ്ഞിട്ട് അത് പിന്നെ തുടർന്ന ഓരോ കാര്യങ്ങളൊക്കെ ഉണ്ടാകുന്ന ഞാൻ പറയുന്നില്ല. ഇതിന് അവസാനം നിങ്ങളുടെ പിതാവ് എന്താ പറയുന്ന രാജ്യവും പരീക്ഷയ്ക്കടുത്ത് അതൊക്കെ പറഞ്ഞിട്ട് രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും നിനക്കുള്ളതല്ലോ. നമുക്കറിയാം വെളിപ്പാട് പുസ്തകത്തിൽ നമ്മുടെ ദൈവത്തെ ആരാധിക്കുന്ന ഇടത്ത് സകല ശക്തിയും സകല മഹത്വവും എല്ലാം പിതാവിന്റെ പാദത്തിൽ അർപ്പിച്ച് കിരീടങ്ങളെ ഇട്ട് അവിടെ അർപ്പിക്കുകയാണ്. അങ്ങനെ വരുമ്പോൾ മൗനമായിട്ട് പരസ്യമായി പ്രാർത്ഥിക്കാൻ നാം കൂടി വരുമ്പോൾ, സഹോദരിമാരെ, നമ്മളിപ്പോ ബ്രേക്ക് റൂമിലേക്ക് പോവുകയാണ്. ഓരോ വിഷയങ്ങളും നമുക്ക് തന്നിട്ടുണ്ട്, അത് മാത്രം പ്രാർത്ഥിച്ചാൽ മതി. അല്ലാതെ അത് കിട്ടുമ്പോൾ തന്നെ 1-2 വാക്ക് അതിൽ നിന്ന് പറഞ്ഞതുകൊണ്ട് തെറ്റൊന്നുമില്ല. എന്നാൽ ആ വിഷയം മാത്രം, നമ്മൾ ഏത് പ്രാർത്ഥനയാണ് പ്രാർത്ഥിക്കാനുണ്ട്, ആ വിഷയം മാത്രം പ്രാർത്ഥിക്കാൻ പഠിക്കുക. രഹസ്യ പ്രാർത്ഥന, നീണ്ട പ്രാർത്ഥനയായിട്ട്. എൻ്റെ സമയം ഇവിടെ കഴിഞ്ഞെന്ന് തോന്നുന്നു, ഞാൻ ഇവിടെ നിർത്തുകയാണ്. ഒരുപാട് ദൈവഹിത പ്രകാരമാണോ നാം പ്രാർത്ഥിക്കുന്നത്? ദൈവഹിത പ്രകാരം, അത് നമ്മുടെ ഹിതപ്രകാരമാണോ? അത് മനുഷ്യരെ പ്രസാദിപ്പിക്കാനാണോ? മനുഷ്യർ കേൾക്കുമ്പോൾ എൻ്റെ പ്രാർത്ഥന നല്ല പ്രാർത്ഥന, വാക്കുകള്, ഗ്രാമർ, ഇതൊന്നും നോക്കേണ്ട ആവശ്യമൊന്നും ഇല്ല. പിന്നെ വളരെ ലളിതമായിട്ട് നമുക്ക് പരിശുദ്ധാത്മാവ്, നമ്മള് പരിശുദ്ധാത്മാവിന്റെ നിയന്ത്രണത്തിന് കീഴിലാണ് നമ്മുടെ ആയിരിക്കുന്നത്. പരിശുദ്ധാത്മാവ് നമ്മെ, റോമാലേഖനം 8-ാം അധ്യായത്തിൽ പരിശുദ്ധാത്മാവാണ് നമ്മുടെ പ്രാർത്ഥന നിയന്ത്രിക്കേണ്ടത്. പരിശുദ്ധാത്മാവ് എങ്ങനെ ഹൃദയത്തിൽ പറയുന്നുവോ അതനുസരിച്ച് നാം പ്രാർത്ഥിക്കുക. അതുപോലെ ദൈവഹിത പ്രകാരമാണോ നാം പ്രാർത്ഥിക്കുന്നത്? ശുദ്ധിയുള്ള ഹൃദയത്തോടെയാണോ നാം പ്രാർത്ഥിക്കുന്നത്? അതുപോലെ വിശ്വാസത്തോടെയാണോ പ്രാർത്ഥിക്കുന്നത്? കർത്താവേ കർത്താവേ എന്ന് പറഞ്ഞുകൊണ്ടൊന്നും കാര്യമില്ല, വിശ്വാസം വേണം. ഞാൻ പ്രാർത്ഥിക്കുന്ന ഈ പ്രാർത്ഥന മണിപ്പൂരിനായാലും ഇപ്പൊ ആ പ്രാർത്ഥന നമുക്ക് തന്ന വിഷയങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ടല്ലോ. മണിപ്പൂരിന് വേണ്ടിയാണോ? അതുപോലെ കേരളത്തിന് വേണ്ടിയാണോ? അല്ലെങ്കിൽ രാജഭരണത്തിന് വേണ്ടിയാണോ? ഇസ്രായേലിന് വേണ്ടിയാണോ? വിശ്വാസം വേണം. നാം വിശ്വാസത്തോടെയാണോ പ്രാർത്ഥിക്കുന്നത്? അതോ മറ്റുള്ളവരെ കേൾപ്പിക്കാൻ ചില നല്ല നല്ല വാക്കുകളൊക്കെ വെച്ച്, വലിയ സാഹിത്യത്തിലൊക്കെ വെച്ച്, പൊടിപ്പന്തങ്ങളൊക്കെ വെച്ച് പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥന അല്ല, ഒരിക്കലും അല്ല. അതുപോലെ തന്നെ ദൈവം കണ്ണടച്ച് കളയത്തക്ക പ്രാർത്ഥന, ഞാൻ പറഞ്ഞല്ലോ ഏതൊക്കെ വിഷയങ്ങളാണ്. അങ്ങനെ പ്രാർത്ഥിക്കാതിരിക്കാൻ കർത്താവ് നമ്മെ സഹായിക്കട്ടെ. ഞാൻ 20 മിനിറ്റ് കൊണ്ടൊന്നും പറയാൻ പറ്റുന്നതല്ല. 20 മണിക്കൂർ തന്നാൽ ഞാൻ 20 മണിക്കൂറും പറയത്തക്ക വിഷയം കർത്താവ് നമ്മെ ഈ 6-7 അധ്യായം, മത്തായി സുവിശേഷം 6-7 അധ്യായം പഠിച്ച് നാം അത് പാലിച്ച് പ്രാർത്ഥനയ്ക്ക് വരുവാൻ കർത്താവ് നമ്മെ സഹായിക്കട്ടെ. ഞാൻ ആരെയും വിരൽ ചൂണ്ടിയില്ല, എന്നോട് വിരൽ ചൂണ്ടിയാണ് ഞാൻ സംസാരിച്ചത്. ആരും എന്നോട് പിന്നെ വിരോധം കാണിക്കരുത്. നമ്മുടെ പ്രാർത്ഥന, ഞാൻ എൻ്റെ ഈ ഇത്ര 154 പ്രാവശ്യം നമ്മൾ പ്രാർത്ഥനയെ കുറിച്ച് കേട്ടു. ഏതെങ്കിലും ഒരു വ്യത്യാസം നമ്മുടെ പ്രാർത്ഥനയിൽ വരുത്തിയിട്ടുണ്ടോ? ഞാൻ വരുത്തിയിട്ടുണ്ട്. എൻ്റെ പ്രാർത്ഥനയിലെ ചില കാര്യങ്ങൾ ഞാൻ തിരുത്തിയിട്ടുണ്ട്. കർത്താവെ, ഞാൻ ഇങ്ങനെയല്ല പ്രാർത്ഥിക്കേണ്ടത്, ഇങ്ങനെയല്ല എനിക്ക് പ്രാർത്ഥിക്കേണ്ടത്. കർത്താവ് എന്നെ ഇടപെടാതെ പ്രാർത്ഥിപ്പാൻ പഠിപ്പിച്ചു. അതെങ്ങനെയാണെന്ന് വെച്ചാൽ അതൊന്നും പറയാൻ എനിക്ക് നേരമില്ല. സഹോദരിമാരെ, ഇടവിടാതെ പ്രാർത്ഥിക്കുക. എങ്ങനെയാണ് ഇടവിടാതെ പ്രാർത്ഥിക്കുന്നത്? നമ്മുടെ ഹൃദയം കർത്താവുമായിട്ട് കണക്ട് ചെയ്ത് വെച്ചേക്കണം. നമ്മൾ ഓരോ ഇൻസ്ട്രുമെന്റും നമ്മൾ കണക്ട് ചെയ്ത്, ഇലക്ട്രിസിറ്റി ആയിട്ട് കണക്ഷൻ ഇല്ലെങ്കിൽ നമുക്ക് ലൈറ്റ് കിട്ടുകയില്ല, ഒന്നും ചെയ്യില്ല. ഹൃദയം കർത്താവുമായി കണക്ട് ചെയ്ത് വെക്കുമ്പോൾ ഇടപെടാതെ പ്രാർത്ഥിപ്പാൻ നമുക്ക് സാധിക്കും. അല്ലാതെ അത്യാവശ്യത്തിൽ ഒരു കാര്യം വരുമ്പോൾ ഓടി വന്നൊന്ന് ആ പ്രാർത്ഥനയല്ല. ഇടപെടാതെ പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥന, വിശ്വാസത്തോടെ പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥന, കള്ളന്മാരുടെ ഗുഹ അടിച്ചു വാരിക്കളഞ്ഞ് നല്ല ഹൃദയത്തോടുകൂടെ പ്രാർത്ഥിക്കണം. സഹോദരിമാരെ, നാം പ്രാർത്ഥനയ്ക്കായി പോകുന്നു. ഈ വിഷയങ്ങൾ നമുക്ക് സഹായമായി തീരട്ടെ. ദൈവനാമം മാത്രം മഹത്വപ്പെടുമാറാകട്ടെ.